ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് 15/8/2026 ഇത് ഞാൻ പുതിയതായി വാങ്ങിയ ഹോണർ പാഡ് 10 ടാബ്ലറ്റ് ആണ്. ഇന്ന് നമുക്ക് ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. ഹോണർ പാഡ് 10 ഇതിന്റെ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ 2.5K ഹൈ റെസൊല്യൂഷനുള്ള 12.1 ഇഞ്ചിന്റെ ഐ കംഫർട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ 10100 mAh ബാറ്ററിയും കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിരിക്കുന്നത് 8GB പ്ലസ് 256GB മെമ്മറി വേരിയന്റ് ആണ്. ഇതിന്റെ തന്നെ ഇതേ കോൺഫിഗറേഷനോട് കൂടിയ പേപ്പർമേറ്റ് ഡിസ്പ്ലേയും കൂടി വരുന്നുണ്ട്. പക്ഷേ അതിനല്പം വില കൂടുതലാണ്. പേപ്പർമേറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മുടെ കണ്ണിന് അധികം ആയാസം ഉണ്ടാവുകയില്ല. മാത്രമല്ല നല്ല വെയിലത്ത് പോലും നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ നമ്മൾ റൂമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ റൂമിലെ ട്യൂബ് ലൈറ്റിന്റെ ഗ്ലെയറോ റിഫ്ലക്ഷൻസോ ഒന്നും നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതുമല്ല. അല്പം വില കൂടുതൽ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നവരാണെങ്കിൽ പേപ്പർമേറ്റ് ഡിസ്പ്ലേ ഉള്ളത് വാങ്ങാനാണ് ഞാൻ കൂടുതലായും സജസ്റ്റ് ചെയ്യുന്നത്. ഹോണർ അല്ലെങ്കിൽ ഇതിന്റെ മദർ കമ്പനിയായ ഹുവാവേ ഇതിലേക്ക് വരുമ്പോഴാണ് ഇതിന് പേപ്പർമേറ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. മറ്റ് കമ്പനികളിലേക്ക് വരുമ്പോൾ ആപ്പിൾ നാനോ ടെക്നോളജി, സാംസങ് ആന്റി റിഫ്ലക്റ്റീവ്, ലെനോവോ മേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. മറ്റു ഡീറ്റെയിൽസും ഒക്കെ അതിനുശേഷം. ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്തുണ്ടായിരുന്നത്. ഒരു ടാബ്, ഒരു കീപാഡ് കേസ്, ചാർജർ കേബിൾ. $10 to 35 വാട്ട് ചാർജിങ് ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു പണി എന്താണെന്ന് പറഞ്ഞാൽ അവർ സപ്ലൈ ചെയ്തിരിക്കുന്ന ചാർജർ മാക്സിമം 10 വാട്ട്സ് വരെയാണ്. അപ്പോൾ ചാർജിങ്ങിന് കൂടുതൽ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 35 വാട്ട്സിൻ്റെ വേറെ ചാർജർ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കമ്മിങ് ടു ദ കീബോർഡ്, ഒരു മാഗ്നറ്റിക് കീബോർഡാണ്, കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഹൈ ക്വാളിറ്റി കീബോർഡാണ്. അതിനുള്ള ചാർജിങ് പോർട്ട്, ഓൺ ഓഫ് സ്വിച്ച്, പ്രിറ്റി ഗുഡ്. കമ്മിങ് ടു ദ ടാബ്, ക്വാഡ് സ്പീക്കേഴ്സ് ഉണ്ട്,
സിംഗിൾ ക്യാമറയാണ്. ചാർജർ കേബിളിലോട്ട് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ചാർജർ കേബിൾ തന്നെയാണ്. ഓക്കെ, അഡ്ജസ്റ്റബിൾ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ലൈറ്റിൻ്റെ ഗ്ലെയർ ഉണ്ടല്ലോ, ഈ സ്ക്രീനിൽ കാണുന്ന, നമ്മൾ പേപ്പർമേറ്റ് ഡിസ്പ്ലേ ആണ് വാങ്ങുന്നതെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. IPS LCD ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 120 Hz റിഫ്രഷ് റേഷ്യോ ആണ്. ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7 ജനറേഷൻ 3 ആണ്. റെഡ്മി 2 Pro സ്നാപ്ഡ്രാഗൺ 7S ജനറേഷൻ 4-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയ പ്ലാറ്റ്ഫോമാണിതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെർട്സ് പറയുന്നത്. കൂടാതെ റാം 8GB റാം പ്ലസ് 8GB ഹോണർ റാം ടെർബോ, ടോട്ടൽ നമുക്കൊരു 16GB റാം അൾട്ടിമേറ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബാറ്ററി 11100 mAh-ൻ്റെതാണ്. ഡിസ്പ്ലേ 12.1 ഇഞ്ച് 2.5K ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഐ കംഫർട്ട് സ്ക്രീനാണ്. ലോക്കലായി വാങ്ങിയിരിക്കുന്ന സ്റ്റൈലസ് പെൻ ഉപയോഗിച്ച് സ്മൂത്തായിട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1.5-2 ദിനാർ റേറ്റുള്ള ഒരു സ്റ്റൈലസ് പെന്നാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ടാബിൽ 3.5 mm ഓഡിയോ ഔട്ട്പുട്ട് ജാക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 8 MP ഫ്രണ്ട് ക്യാമറയും 8 MP ബാക്ക് ക്യാമറയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന സെക്കൻഡ് ലെൻസ് അത് സെക്കൻഡ് ക്യാമറയല്ല, അതൊരു ജസ്റ്റ് ലൈക്ക് ഒരു ഡമ്മി പീസ് മാത്രമാണ്. നമുക്കിതിൻ്റെ പിക്ചർ ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യാം. കുടുംബമൊക്കെ അരിച്ചു പെറുക്കി അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. തോമച്ചായ, ഞാനിത് ജാൻസിക്ക് കൊടുത്തപ്പോ എന്റെ മനസ്സോടെ അവൾക്ക് കൊടുത്തുപോയി. ഇത് അവളെ തിരിച്ചേൽപ്പിക്കണം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോണർ പാഡ് 10-ന്റെ വിശേഷങ്ങൾ. നിങ്ങളൊരു ടാബ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.